കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ, അതിൻ്റെ ബ്രാൻഡ് ഏതുമാകട്ടെ, സാംസങ്, ആപ്പിൾ, വിവോ, ഓപ്പോ, വൺ പ്ലസ്, ഇവയുടെയൊക്കെ ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോറടിച്ചിട്ടുണ്ടോ? എല്ലാം ഒരുപോലെ, ഒരു മാറ്റവുമില്ലാത്ത ചതുരക്കട്ടകൾ. ഈ ഒരു ബോറടിയിൽ നിന്നാണ്, കൃത്യമായി പറഞ്ഞാൽ ലണ്ടനിലെ ഒരു ചെറിയ ഓഫീസിൽ നിന്ന് ലോകത്തിലെ വമ്പൻ ടെക് കമ്പനികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കമ്പനി വളർന്നു വന്നത്. വെറും 4 വർഷം കൊണ്ട് $1 ബില്യൺ, അതായത് ഏകദേശം 8200 കോടി രൂപ വരുമാനം നേടിയ ഒരു ബ്രാൻഡ്. അതാണ് നത്തിങ്. എന്നാൽ ഇതൊരു സാധാരണ വിജയകഥയല്ല. ആദ്യത്തെ പ്രോഡക്റ്റ് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ 90% ചാർജ് ചെയ്യാൻ പോലും പറ്റാത്ത വമ്പൻ പരാജയമായിരുന്നു. അവിടെ നിന്നും ടെക് ലോകത്തെ മാറ്റിമറിച്ച കാൽപേ എന്ന ജീനിയസ് ബിസിനസ്സുകാരൻ്റെ മൈൻഡ് ഗെയിം എന്തായിരുന്നു? വൻകിട പരസ്യങ്ങളില്ലാതെ കോടികൾ ലാഭിച്ചുകൊണ്ട് അയാൾ എങ്ങനെയാണ് ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്? ഈ കഥ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക് കുറച്ചൊന്ന് പിന്നോട്ട് പോകണം. (2013) വെറും 24 വയസ്സുള്ള ഒരു യുവാവ് ചൈനയിലെ ഷെൻഷനിൽ വെച്ച് ഒരു പുതിയ സ്മാർട്ട് ഫോൺ ബ്രാൻഡിന് തുടക്കമിടുന്നു. പേര് വൺ പ്ലസ്. അതെ, നമ്മളിൽ പലരും ഇന്ന് ഉപയോഗിക്കുന്ന അതേ വൺ പ്ലസ്. അതിൻ്റെ ഫൗണ്ടറായ കാൽപേ എന്ന സ്വീഡിഷ് വ്യവസായിയായിരുന്നു ആ തന്ത്രങ്ങൾക്ക് പിന്നിൽ. അക്കാലത്ത് സ്മാർട്ട് ഫോൺ മാർക്കറ്റ് ഭരിച്ചിരുന്നത് ആപ്പിളും സാംസങ്ങുമായിരുന്നു. പ്രീമിയം ഫോൺ വേണമെങ്കിൽ 50,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. അവിടെയാണ് കാൽപേ തൻ്റെ ആദ്യത്തെ മാസ്റ്റർ സ്ട്രോക്ക് ഇറക്കിയത്. ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന തന്ത്രം. ഏറ്റവും ഉയർന്ന സ്പെസിഫിക്കേഷനുകളുള്ള OnePlus 1 ഫോൺ വിപണിയിലെ വിലയുടെ പകുതി വിലയ്ക്ക്, അതായത് വെറും 22,000 രൂപയ്ക്ക് അയാൾ വിപണിയിലെത്തിച്ചു. അന്നവർ ലക്ഷ്യമിട്ടത് വെറും 50,000 ഫോണുകൾ വിൽക്കാനായിരുന്നു. എന്നാൽ സംഭവിച്ചത് എന്താണെന്നറിയോ? ഒരു പരസ്യവുമില്ലാതെ 1 വർഷം വിറ്റുപോയത് 1 ദശലക്ഷത്തിനടുത്ത്, അതായത് 10 ലക്ഷത്തോളം ഫോണുകളാണ്. വിപണി ഞെട്ടി. എങ്ങനെയാണ് 1 രൂപ പോലും പരസ്യത്തിന് ചെലവാക്കാതെ കാൽപേ ഇത് സാധിച്ചെടുത്തത്? അവിടെയാണ് അദ്ദേഹം സ്കേർസിറ്റി മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ വിപണിയിലെ കൃത്രിമക്ഷാമം എന്ന മനഃശാസ്ത്രം ഉപയോഗിച്ചത്. പണമുള്ള ആർക്കും വന്ന് ഫോൺ വാങ്ങാൻ പറ്റില്ലായിരുന്നു. ഫോൺ വാങ്ങണമെങ്കിൽ നിലവിൽ ഫോണുള്ള ഒരാളുടെ ഇൻവൈറ്റ് അല്ലെങ്കിൽ ക്ഷണം വേണമായിരുന്നു. നമുക്ക് കിട്ടാത്ത ഒന്നിനോട് മനുഷ്യന് തോന്നുന്ന ആ ഒരു അടക്കാനാവാത്ത ആഗ്രഹമുണ്ടല്ലോ, അതിനെയാണ് കാൽപേ ഇവിടെ ബിസിനസ് വിജയമാക്കി മാറ്റിയത്. OnePlus 1 വിജയമായി മുന്നോട്ട് പോകുമ്പോഴും 2020 ഒക്ടോബറിൽ കാൽപേ ആ കമ്പനിയിൽ നിന്നും അപ്രതീക്ഷിതമായി രാജിവെച്ചു. കാരണം കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടപ്പോൾ OnePlusൻ്റെ ആ പഴയ ആവേശവും പുതുമയും നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ടെക്നോളജി വീണ്ടും ബോറിംഗ് ആയി. അങ്ങനെ ലണ്ടനിൽ വെച്ച് അദ്ദേഹം തൻ്റെ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചു. നത്തിങ്. പേര് പോലെ തന്നെ സാങ്കേതിക വിദ്യ മനുഷ്യനും പ്രകൃതിക്കും ഇടയിൽ ഒരു തടസ്സമാകരുത്, അത് അദൃശ്യമായിരിക്കണം എന്നതായിരുന്നു കാഴ്ചപ്പാട്. എന്നാൽ ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നത് അത്ര എളുപ്പമല്ല. ഒരു പുതിയ സ്മാർട്ട് ഫോൺ നിർമ്മിക്കാൻ കുറഞ്ഞത് $100 മില്യൺ എങ്കിലും, അതായത് ഏകദേശം 830 കോടി രൂപയെങ്കിലും വേണമായിരുന്നു. തുടക്കത്തിൽ കാൽപേയുടെ കയ്യിൽ ഈ തുക ഇല്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിഷൻ കണ്ട ലോകത്തിലെ ഏറ്റവും മികച്ച മൈൻഡുകൾ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നു. ഐപോഡിൻ്റെ ഇൻവെൻറ്ററായ ടോണി ഫെഡൽ, റെഡിറ്റിൻ്റെ CEO സ്റ്റീവ് ഹഫ്മാൻ, പ്രശസ്ത യൂട്യൂബർ കാസേ നെസ്റ്റാറ്റ് എന്നിവർ ഈ ലണ്ടൻ സ്റ്റാർട്ടപ്പിലേക്ക് കോടികൾ നിക്ഷേപിച്ചു. പക്ഷെ അപ്പോഴും വലിയൊരു പ്രതിസന്ധി മുന്നിലുണ്ടായിരുന്നു. ഒരു പുതിയ കമ്പനിയെ വിശ്വസിച്ച് ഫോൺ നിർമ്മിച്ചു നൽകാൻ വൻകിട ഫാക്ടറികളോ ഫോക്സോൺ പോലെയുള്ള ഭീമന്മാരോ തയ്യാറായില്ല. കാരണം മുൻപ് പല പുതിയ സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെട്ട് അവർക്ക് കോടികളുടെ നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് കാൽപേ ലോകത്തെ ഞെട്ടിച്ച തൻ്റെ രണ്ടാമത്തെ തന്ത്രം പറയുന്നത്. വലിയ റിസ്ക് എടുത്ത് നേരിട്ട് ഫോൺ നിർമ്മിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ചെറിയ പ്രൊഡക്റ്റിൽ നിന്ന് തുടങ്ങി. വയർലെസ് ഇയർബഡ്സായ നത്തിങ് ഇയർ. മാർക്കറ്റിൽ വലിപ്പമുള്ള ഫോൺ ബ്രാൻഡുകളോട് മത്സരിക്കുന്നതിന് മുൻപ് സ്വന്തമായി ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഈ തന്ത്രം. ടെക്നോളജിയിൽ അതുവരെ ആരും പരീക്ഷിക്കാത്ത ട്രാൻസ്പെറൻസി, അല്ലെങ്കിൽ സുതാര്യതയുള്ള ഡിസൈൻ അവർ കൊണ്ടുവന്നു. ഉള്ളിലെ സർക്യൂട്ടുകളും ചിപ്പുകളും പുറത്തു കാണുന്ന തരമൊരു ഡിസൈൻ. ആദ്യത്തെ 2 മാസം കൊണ്ട് മാത്രം 1,00,000-ലധികം യൂണിറ്റുകളാണ് ഇത് വിറ്റുപോയത്. ഇയർബഡ്സിൻ്റെ വിജയത്തിലൂടെ തങ്ങൾക്കും ഹാർഡ്വെയർ നിർമ്മിക്കാൻ കഴിയുമെന്ന് കാൽപേ ഫാക്ടറികൾക്ക് മുൻപിൽ തെളിയിച്ചു. അങ്ങനെ 2022 ജൂലൈയിൽ ലോകം കാത്തിരുന്ന വിപ്ലവം സംഭവിച്ചു. നത്തിങ് ഫോൺ. ഈ ഫോണിൻ്റെ വിജയം വെറുമൊരു ഡിസൈൻ ഭംഗി മാത്രമായിരുന്നില്ല. അതിന് പിന്നിൽ കൃത്യമായ 3 ബിസിനസ് സ്ട്രാറ്റജികളുണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും ബിസിനസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങളാണവ. അതിലൊന്നാമത്തേത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ.
ഒരു ഫോൺ മേശപ്പുറത്ത് കമിഴ്ത്തി വെച്ചാൽ അത് ഏത് ബ്രാൻഡാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നത്തിങ് അതിൻ്റെ സുതാര്യമായ പിൻഭാഗവും അതിൽ ഗ്ലിഫ് ഇൻ്റർഫേസ് എന്ന് വിളിക്കുന്ന LED ലൈറ്റുകളും നൽകി. ദൂരെ നിന്ന് കണ്ടാൽ പോലും അത് നത്തിങ് ഫോണാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന പോലെ. രണ്ടാമത്തേത് ക്രിയേറ്റർ ലെഡ് മാർക്കറ്റിംഗ്. പണം വാരിയെറിഞ്ഞ് പരസ്യങ്ങൾ ചെയ്യുന്നതിന് പകരം കാൾപേ സ്വയം ഒരു ഇൻഫ്ലുവൻസറായി മാറി. മറ്റ് ബ്രാൻഡുകളുടെ ഫോണുകൾ അദ്ദേഹം തന്നെ യൂട്യൂബ് വീഡിയോകളിലൂടെ റിവ്യൂ ചെയ്തു. ആപ്പിളിനെയും സാംസങ്ങിനെയും വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ച വീഡിയോകൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. കമ്പനിയുടെ തലവൻ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ആ ഒരു വിശ്വാസ്യതയുണ്ടല്ലോ, അത് മറ്റൊന്നിനും തരാൻ കഴിയില്ല. മൂന്നാമത്തേത് കമ്മ്യൂണിറ്റി കോക്രിയേഷൻ. അവർ തങ്ങളുടെ ഉപഭോക്താക്കളെ വെറും ബയേഴ്സായിട്ടല്ല കണ്ടത്. ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എങ്ങനെയായിരിക്കണം, അടുത്ത മോഡലിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നതിലൊക്കെ അവർ കമ്മ്യൂണിറ്റിയുടെ വോട്ടെടുപ്പ് നടത്തി. ഒരു ബ്രാൻഡിൽ തങ്ങൾക്കും പങ്കാളിത്തമുണ്ടെന്ന തോന്നൽ ഉപഭോക്താക്കളിൽ വളർത്തിയെടുക്കാൻ ഇതിലൂടെ സാധിച്ചു. ഇതിൻ്റെ ഫലമായി 2025-26 ആയപ്പോഴേക്കും നത്തിങ് തങ്ങളുടെ ബിസിനസ് വൻതോതിൽ വ്യാപിപ്പിച്ചു. പ്രീമിയം മാർക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാധാരണക്കാർക്കായി CMF ബൈ നത്തിങ് എന്ന സബ് ബ്രാൻഡ് കൂടി അവർ വിപണിയിലിറക്കി. ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ട് പോലെയുള്ളവരുമായി ചേക്കേറി പ്രീമിയം സ്മാർട്ട് ഫോൺ വിപണിയിൽ 3% മാർക്കറ്റ് ഷെയർ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിച്ചു. വിപണിയിലെ വമ്പന്മാരായ ആപ്പിളിനും സാംസങ്ങിനുമൊപ്പം ടെക് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്നൊരു ബ്രാൻഡായി നത്തിങ് മാറി. എന്നാൽ ഈ അവിശ്വസനീയമായ വളർച്ചയ്ക്കൊപ്പം തന്നെ നത്തിങ് ഇന്ന് വലിയൊരു വെല്ലുവിളിയും നേരിടുന്നുണ്ട്. ബിസിനസ് ഭാഷയിൽ ഇതിനെ ദ ഗ്രോത്ത് ട്രാപ്പ് അല്ലെങ്കിൽ വളർച്ചയുടെ കുഴി എന്നൊക്കെ വിളിക്കാം. തുടക്കത്തിൽ നത്തിങ് എന്ന ബ്രാൻഡിനെ ആളുകൾ സ്നേഹിച്ചത് അതിൻ്റെ യുണീക്നെസ് അല്ലെങ്കിൽ തനിമ കൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻട്രി ലെവൽ, മിഡ് റേഞ്ച്, പ്രീമിയം എന്നിങ്ങനെ എല്ലാ കാറ്റഗറിയിലേക്കും മാസ് പ്രൊഡക്ഷൻ തുടങ്ങിയതോടെ പഴയ ആ ഒരു എക്സ്ക്ലൂസിവിറ്റി നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. CMF ബ്രാൻഡിനെ ഒരു സ്വതന്ത്ര കമ്പനിയായി മാറ്റാനുള്ള നീക്കങ്ങളും സോഫ്റ്റ്വെയറിലെ ചില മാറ്റങ്ങളും ടെക് പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു വശത്ത് കോർപ്പറേറ്റ് ലാഭവും വോളിയവും വർദ്ധിപ്പിക്കുക, മറുവശത്ത് തങ്ങളെ വളർത്തിയ കൾട്ട് ആരാധകരെ കൂടെ നിർത്തുക. ഇതാണ് കാൾപേ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ബിസിനസ് പരീക്ഷണം. ആപ്പിളിൻ്റെ കുത്തകയെ തകർക്കാൻ കെൽപ്പുള്ള ഒരു ആഗോള ബ്രാൻഡായി നത്തിങ് നിലനിൽക്കുമോ, അതോ വെറുമൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്കായി ഒതുങ്ങുമോ എന്നത് വരും വർഷങ്ങളിൽ കണ്ടറിയേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഡിസൈനിലും യൂസർ എക്സ്പീരിയൻസിലും ആപ്പിളിനെയും സാംസങ്ങിനെയും വെല്ലുവിളിക്കാൻ നത്തിങ് എന്ന ബ്രാൻഡിന് സാധിക്കുന്നുണ്ടോ, അതോ വരും ദിവസങ്ങളിൽ അവർ കേവലം മറ്റൊരു സാധാരണ സ്മാർട്ട് ഫോൺ കമ്പനിയായി മാത്രം ഒതുങ്ങുമോ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇത്തരം അനേകം ഇൻസ്പയറിംഗ് ബിസിനസ് വീഡിയോകൾക്കായി ദ പ്രോഫിറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.